ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിന്റെ ഭാഗമാണിത്. അറേബ്യയിലെ ഗോത്രങ്ങളെല്ലാം ഹാഷിമിനോട് സഹകരിക്കുന്നു. അദ്ദേഹത്തിന്റെ കാഫില സുരക്ഷിതമായി സഞ്ചരിക്കുന്നു. ഹാഷിം തന്റെ കാഫിലയുമായി ഷ്യാമിലേക്ക് പുറപ്പെട്ടു. ദീർഘമായ യാത്രക്കിടയിൽ മരുപ്പച്ചകളിൽ അവർ വിശ്രമിച്ചു. എന്താണ് മരുപ്പച്ച? മരുഭൂമിയിലെ ആൾപ്പാർപ്പുള്ള പ്രദേശം. അവിടെ ഈത്തപ്പന മരങ്ങൾ കാണും, കിണറും വെള്ളവും ഉണ്ടാകും, സസ്യങ്ങളും പുല്ലുകളും മുളയ്ക്കും. കാഫിലക്കാർ മരുപ്പച്ചയിൽ വിശ്രമിക്കും. തോൽപാത്രങ്ങളിൽ വെള്ളം ശേഖരിക്കും. ഒട്ടകങ്ങൾക്കുള്ള വെള്ളവും ഭക്ഷണവും നൽകും. ക്ഷീണം മാറ്റി വീണ്ടും യാത്ര തുടരും. ഒരു മരുപ്പച്ച വിട്ടാൽ മറ്റൊരു മരുപ്പച്ച എത്താൻ ദിവസങ്ങൾ യാത്ര ചെയ്യേണ്ടി വരും. ദീർഘയാത്രയ്ക്ക് ശേഷം ഹാഷിമും സംഘവും ഷ്യാമിലെത്തി. അവിടുത്തെ ചന്തയിൽ കച്ചവട സാധനങ്ങൾ നിരത്തിവെച്ചു. പലവിധ നാട്ടിൽ നിന്നുള്ളവർ സാധനങ്ങൾ വാങ്ങാൻ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. വില പറയൽ, വിലപേശൽ, വില ഉറപ്പിക്കൽ, അങ്ങനെ കച്ചവടം വളരെ സജീവം. കൊണ്ടുവന്ന വസ്തുക്കളൊക്കെ അവർ വിറ്റു തീർന്നു. മക്കയിലേക്ക് വേണ്ട സാധനങ്ങൾ അവർ വാങ്ങി. മടക്കയാത്രയും ആരംഭിച്ചു. മക്കയിലേക്കുള്ള യാത്രയിൽ അവർ യസ്രീബിലെത്തി. നിങ്ങൾ യസ്രീബ് എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ കേട്ടു കാണില്ല. മക്ക മദീന എന്നൊക്കെ കേട്ടിരിക്കും. മദീനയുടെ പഴയ പേരാണ് യസ്രീബ്. ഹാഷിമും സംഘവും കുറച്ചു ദിവസം അവിടെ വിശ്രമിക്കാമെന്ന് കരുതി. ഒഴിവ് സമയത്ത് യസ്രീബിലെ മാർക്കറ്റിൽ അവർ ചുറ്റി നടന്നു. കച്ചവടം അങ്ങനെ പൊടിപൊടിക്കുന്നു. അവർ ഒരു സ്ത്രീയെ കണ്ടു. മിടുമിടുക്കിയായ ഒരു കച്ചവടക്കാരി. കച്ചവടത്തിലുള്ള അവളുടെ മിടുക്ക് ഹാഷിമിന് ഏറെ ഇഷ്ടപ്പെട്ടു. അവളെ പറ്റി കൂടുതൽ അറിയാൻ അദ്ദേഹത്തിന് താല്പര്യമായി. യസ്രീബിലെ ഒരു പ്രധാനപ്പെട്ട കുടുംബമാണ് ബനു നജ്ജാർ. ഈ യുവതി ബനു നജ്ജാർ കുടുംബത്തിലെ അംഗമാണ്. കാണാൻ അതീവ സുന്ദരി. പേര് സൽമ. സൽമയെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്ന് ഹാഷിമിന് വല്ലാത്തൊരു മോഹമുദിച്ചു. മനസ്സിലെ മോഹം കൂട്ടുകാരുമറിഞ്ഞു. അവർ സൽമയുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടു. പ്രസിദ്ധനും ധനികനും ഭരണാധികാരിയുമായ ഹാഷിം സൽമയെ വിവാഹാലോചന നടത്തുകയോ? ഇതെന്തൊരതിശയം! ബനു നജ്ജാർ കുടുംബത്തിന് ഇതിൽ പരം ഒരു പദവി ലഭിക്കാനുണ്ടോ? അവർ വിവാഹത്തിന് സമ്മതിച്ചു. സൽമയുടെ കൽബ് നിറയെ വളരെയധികം സന്തോഷം നിറഞ്ഞു. മക്കയിലെ ബന്ധുക്കളെ അവർ വിവരമറിയിച്ചു. അവർക്കും ഒരുപാട് സന്തോഷമായി. കച്ചവട സംഘം കടന്നു പോകുന്ന വഴിയാണല്ലോ യസ്രീബ്. അവിടെ ഒരു ബന്ധമുണ്ടാക്കുന്നത് നല്ലതാണ്. അങ്ങനെ വിവാഹം കേമമായി നടന്നു. ഹാഷിമും സൽമയും കച്ചവട സംഘത്തോടൊപ്പം മദീനയിലേക്ക് വന്നു. വിവിധ ഗോത്രങ്ങളിലെ കുലീന വനിതകൾ മണവാട്ടിയെ കാണാൻ ഓടി വന്നു. ചിലർ സൽക്കരിച്ചു, ചിലർ സമ്മാനങ്ങൾ കൊടുത്തു. കച്ചവട കാര്യങ്ങളിലൊക്കെ സൽമ ഭർത്താവിനെ സഹായിക്കും. അങ്ങനെ സന്തോഷം നിറഞ്ഞ ജീവിതം ഒഴുകിക്കൊണ്ടിരുന്നു. ഒടുവിൽ സൽമ ഗർഭിണിയായി. ബനു ഹാഷിം കുടുംബത്തിന് അതൊരു ആഹ്ലാദ വാർത്തയായിരുന്നു. വിവരം അങ്ങനെ യസ്രീബിലുമെത്തി. കെട്ടിച്ചയച്ച പെൺമക്കൾ ഗർഭിണിയായാൽ പ്രസവത്തിന് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരണം. ബനു നജ്ജാർ കുടുംബക്കാർ അങ്ങനെ മക്കയിലെത്തി. മകളെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. പ്രസവം യസ്രീബിൽ നടക്കട്ടെ, അതാണല്ലോ നാട്ടാചാരം, ബന്ധുക്കൾ പറഞ്ഞു. സമ്മതിക്കാതെ പറ്റുമോ? ഭാര്യയെ പിരിഞ്ഞു ജീവിക്കാൻ ഹാഷിമിന് വല്ലാത്ത പ്രയാസമായിരുന്നു. ഭർത്താവിനെ കാണാതെ കഴിയാൻ സൽമക്കും വളരെയധികം പ്രയാസമായിരുന്നു. കീഴ്വഴക്കങ്ങൾ മാനിക്കാതെ പറ്റുകയില്ലല്ലോ. സൽമ ഒരുങ്ങിയിറങ്ങി ഒട്ടകക്കട്ടിലിൽ കയറി. സൽമയുടെ വെളുത്ത മുഖത്ത് ദുഃഖത്തിന്റെ നിഴൽ. കരിമീൻ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഹാഷിമിന്റെ നയനങ്ങളും നിറഞ്ഞുപോയി. അങ്ങനെ ഒട്ടകങ്ങൾ നടന്നു നീങ്ങി. സൽമ ഹാഷിമിന്റെ കണ്ണിൽ നിന്നും അകന്നകന്നു പോയി. സൽമ പോയതോടെ ഹാഷിമിന്റെ ഉത്സാഹം വളരെയധികം കുറഞ്ഞു വന്നു. വിരഹത്തിന്റെ ദുഃഖം അദ്ദേഹത്തെ വല്ലാതെ തളർത്തി. ഏതായാലും വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ, എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം. ഹാഷിം തന്റെ ജോലിയിൽ മുഴുകി. വേദനകളെല്ലാം പതിയെ മറന്നു. മാസങ്ങൾ പിന്നെയും കടന്നുപോയി. യസ്രീബിലെ വിവരങ്ങൾ അറിയാൻ ഒരു മാർഗവുമില്ല. ഒന്നുകിൽ ആരെങ്കിലും വന്നു പറയണം, അല്ലാതെ മറ്റൊരു വഴിയില്ല. അടുത്ത സീസൺ വീണ്ടും വന്നെത്തി. കച്ചവടത്തിന് പുറപ്പെടാൻ സമയമായി. കച്ചവട ചരക്കുകൾ വൻതോതിൽ ശേഖരിക്കപ്പെട്ടു. അവ വലിയ കെട്ടുകളാക്കി ഒട്ടകപ്പുറത്ത് ബന്ധിച്ചു. ഷ്യാമിലേക്കുള്ള ദീർഘമായ യാത്ര ആരംഭിക്കുകയാണ്. ഷ്യാമിൽ നിന്നുള്ള മടക്കയാത്ര യസ്രീബിലൂടെയാണ്. ഇത്തവണ യസ്രീബിൽ കൂടുതൽ ദിവസം തങ്ങണം. സൽമയുടെ വീട്ടിൽ താമസിക്കുകയും ചെയ്യാം. അവളെ കാണാൻ കണ്ണുകൾ വല്ലാതെ കൊതിക്കുന്നു. അവൾക്ക് നൽകാൻ ഷ്യാമിൽ നിന്നും ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങണം. അങ്ങനെ ഷ്യാമിലെത്തി. കച്ചവടം നന്നായി നടന്നു. ഒരുപാട് ലാഭവും കിട്ടി. പല സാധനങ്ങളും വാങ്ങി. ഇനി മടക്കയാത്ര. യസ്രീബിൽ പറന്നെത്താനുള്ള ഹാഷിമിന്റെ ആവേശം. ഒട്ടകത്തിന് വേഗം പോരായെന്ന് ഹാഷിമിന് തോന്നി തുടങ്ങി. യാത്രക്കിടയിൽ ഹാഷിമിന് വല്ലാതെ ക്ഷീണം അനുഭവപ്പെട്ടു. കാഫില യാത്ര നിർത്തി. രോഗം
പതിയെ കൂടിക്കൂടി വന്നു. മരുന്നുകൾക്കും പരിചരണങ്ങൾക്കും ഒരു കുറവുമില്ല. രോഗം കൂടുന്നതേയുള്ളൂ. എല്ലാവരും വളരെയധികം വെപ്രാളപ്പെട്ടു, വളരെയധികം ആശങ്കയിലായി. ഒടുവിൽ മക്ക പട്ടണത്തിന്റെ മഹാനായ നേതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ബഹുമാനനായ ഹാഷിം മരണപ്പെട്ടു. മയ്യത്ത് നാട്ടിലെത്തിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ തന്നെ ഹാഷിമിനെ ഖബറടക്കി. യസ്രീബിൽ സെൽമ ഭർത്താവിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കാണാതായപ്പോൾ ഒരുപാട് കരഞ്ഞു. അങ്ങനെ സെൽമ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. നല്ല അഴകുള്ള കുട്ടി. കുഞ്ഞിന് ഷെയ്ബത്തുൽ ഹംദ് എന്ന പേരിട്ടു. ഷെയ്ബ എന്ന അവനെ ആളുകൾ വിളിച്ചു. ഒടുവിൽ സെൽമയുടെ കാതിലേക്കും ആ ദുഃഖവാർത്തയെത്തി. തന്റെ പ്രിയ ഭർത്താവ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ഹാഷിം ഇനിയൊരിക്കലും തന്നെ കാണാൻ വരില്ല. തന്റെ ഓമന മകനായ ഷെയ്ബയെ കാണാനും അദ്ദേഹം വരില്ല. സെൽമയുടെ വെളുത്ത കവിളുകളിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകി. പൊന്നുമോനെ മാറോട് ചേർത്ത് പിടിച്ച് സെൽമ പൊട്ടിക്കരഞ്ഞു. മക്ക പട്ടണത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ ഹാഷിമിന് കഴിഞ്ഞിരുന്നു. മക്കയിലെ ആളുകൾക്ക് ഭക്ഷണത്തിനുള്ള വക കാഫിലക്കാർ കൊണ്ടുവരണം. മക്കയിൽ കൃഷിയില്ല. ഹാഷിമിന്റെ കാലത്ത് കാഫിലക്കാർ ധാരാളം ആഹാര സാധനങ്ങൾ കൊണ്ടുവരുമായിരുന്നു. ജനങ്ങൾ പട്ടിണിയില്ലാതെ കഴിഞ്ഞുകൂടി. ജനസേവകനായ നേതാവിനെ എല്ലാവരും ഒരുപാട് സ്നേഹിച്ചു. ഹാഷിമിന്റെ വിയോഗം നാട്ടുകാരെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തി. ഇനി തങ്ങളുടെ നേതാവാര്? നാട്ടിൽ സമാധാനം നിലനിൽക്കണം, പട്ടിണി ഉണ്ടാകരുത്, നല്ല ഭരണാധികാരി തന്നെ വേണം. ഒരു ഭരണാധികാരി മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ സന്താനത്തിൽ പ്രമുഖനാണ് അധികാരം കിട്ടുക. ഹാഷിമിന്റെ മകൻ കൊച്ചുകുട്ടിയല്ലേ, അവനെ ഭരണാധികാരിയാക്കാൻ പറ്റുമോ? ഹാഷിമിന്റെ സഹോദരനാണ് മുത്തലിബ്. മുത്തലിബ് ദയാലുവാണ്, ജനസേവകനാണ്. ആളുകൾ ഒത്തുകൂടി മുത്തലിബിനെ നേതാവാക്കി. അങ്ങനെ മക്ക പട്ടണം മുത്തലിബ് ഭരിക്കാൻ തുടങ്ങി. കാഫിലകൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുകയും ചെയ്തു. ഹജ്ജ് കാലത്ത് ധാരാളം ആളുകൾ മക്കയിൽ വരും. ഹാജിമാർക്ക് വെള്ളവും ആഹാരവും നൽകാൻ മുത്തലിബ് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മുത്തലിബ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട നേതാവായി തീർന്നു. സംവത്സരങ്ങൾ പലതും കടന്നുപോയി. മുത്തലിബ് പലപ്പോഴും ഷെയ്ബയെ കുറിച്ച് ആലോചിക്കും. ഷെയ്ബയെ നിങ്ങൾ മറന്നിട്ടില്ലല്ലോ, ഹാഷിമിന്റെ പുത്രനാണ് ഷെയ്ബ. മക്കയുടെ ഭരണം ഷെയ്ബയെ ഏൽപ്പിക്കണം. ഷെയ്ബയാണ് മക്ക ഭരിക്കേണ്ടത്. ഷെയ്ബ മാതാവിന്റെ കൂടെ യസ്രിബിൽ കഴിയുന്നു. അവനെ മക്കയിൽ കൊണ്ടുവരണം. അവൻ ഇവിടെ വളരണം. ഈ നാട്ടിലെ ചിട്ടകൾ പഠിക്കണം. ഒരിക്കൽ മുത്തലിബ് യസ്രിബിലേക്ക് യാത്ര പുറപ്പെട്ടു. അദ്ദേഹം കയറിയ ഒട്ടകം ബനു നജാർ കുടുംബത്തിന്റെ വീട്ടുമുറ്റത്ത് വന്നു നിന്നു. മുത്തലിബിനെ വീട്ടുകാർ വളരെ ആഹ്ലാദത്തോടെ സ്വീകരിച്ചു. സൽമയും മകനും കടന്നു വന്നു. ഗംഭീരമായി വിരുന്ന്. മക്കയുടെ രാജാവല്ലേ വന്നിരിക്കുന്നത്? സൽമ, എനിക്ക് നിന്നോടൊരു ഗൗരവമുള്ള കാര്യം പറയാനുണ്ട്. അതിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സൽമ ആശ്ചര്യത്തോടെ മുത്തലിബിന്റെ മുഖത്തേക്ക് നോക്കി. മുത്തലിബ് വിഷയം അവതരിപ്പിച്ചു. ഷെയ്ബ ഹാഷിമിന്റെ മകനാണ്. അവൻ മക്കയുടെ ഭരണാധികാരിയായി വരണം. അവൻ മക്കയിൽ വന്ന് താമസിക്കട്ടെ, അവിടത്തെ ചിട്ടകളൊക്കെ പഠിക്കട്ടെ. നീ അവനെ എന്റെ കൂടെ അയക്കണം. മകനെ വിട്ടുകൊടുക്കാനോ? സൽമയുടെ മനസ്സ് വല്ലാതെ പിടച്ചു. നീ ഒട്ടും വിഷമിക്കേണ്ട സൽമ. ഷെയ്ബക്ക് നല്ലൊരു ഭാവിയുണ്ട്. അവൻ പിതാവിന്റെ പാതയിലൂടെ വളർന്നു വരട്ടെ. ഹാഷിമിന്റെ യശസ് ഷെയ്ബ നിലനിർത്തട്ടെ. ഹാഷിമിനെ സ്നേഹിച്ച ജനങ്ങൾ ഷെയ്ബയെയും സ്നേഹിക്കും. അവരുടെ സംഭാഷണം അങ്ങനെ തുടർന്നു. ഒടുവിൽ മകനെ വിട്ടുകൊടുക്കാൻ സെൽമ സമ്മതിച്ചു. ഷെയ്ബയെയും കൂട്ടി മുത്തലിബ് മക്കയിലേക്ക് മടങ്ങി. വിശാലമായ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മുത്തലിബ് പല പ്രദേശങ്ങളും ഷെയ്ബക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അവർ മക്കയുടെ അതിർത്തി കടന്നു. ഷെയ്ബ വിസ്മയം നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് ആ പ്രദേശമാകെ നോക്കി കണ്ടു. മുത്തലിബും ഷെയ്ബയും മക്കയുടെ അതിർത്തി കടന്നു വന്നു. ഒട്ടകപ്പുറത്ത് മുത്തലിബ് ഇരിക്കുന്നു. പിന്നിൽ ഒരു ചെറുപ്പക്കാരൻ. അടിമയായിരിക്കും. അടിമച്ചന്തയിൽ നിന്ന് കൊണ്ടുവരികയാവും. അവർക്ക് അടിമയെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അവർ സന്തോഷത്തോടെ വിളിച്ചു പറയാൻ തുടങ്ങി, അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ്, അതായത് മുത്തലിബിന്റെ അടിമ, മുത്തലിബിന്റെ അടിമ എന്ന്. മുത്തലിബിന് ഇത് കേട്ട് വല്ലാതെ കോപം വന്നു. നിങ്ങൾക്ക് നാശം, ഇത് എന്റെ അടിമയല്ല, എന്റെ സഹോദര പുത്രനാണ്, ഇവൻ ഷെയ്ബയാണ്. മുത്തലിബ് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ആര് കേൾക്കാൻ? ആളുകൾ അബ്ദുൽ മുത്തലിബ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ആ പേര് പ്രസിദ്ധിയാർജിച്ചത്. ഹാഷിമിന്റെ മകൻ ഷെയ്ബത്ത് അങ്ങനെ അബ്ദുൽ മുത്തലിബ് എന്ന പേരിൽ അറിയപ്പെട്ടു. അന്നത്തെ അറബികളെ പോലെ നമുക്കും ഷെയ്ബയെ അബ്ദുൽ മുത്തലിബ് എന്ന് തന്നെ വിളിക്കാം. ബുദ്ധിമാനായ ഒരു ചെറുപ്പക്കാരൻ, വിശാല മനസ്കൻ. വളരെ വേഗം അവൻ ജനങ്ങളുടെ സ്നേഹം സമ്പാദിച്ചു. മുത്തലിബ് ആ ചെറുപ്പക്കാരന് ഭരണകാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. കുടുംബ ചരിത്രം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഹാഷിമിന്റെ പുത്രനല്ലേ, എല്ലാ കാര്യങ്ങളും വളരെ വേഗം അദ്ദേഹം പഠിച്ചു. ഒടുവിൽ മക്കയുടെ മഹാനായ ഭരണാധികാരിയായി തീർന്നു നമ്മുടെ അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് വിവാഹം കഴിച്ചു. ആദ്യമായി ജനിച്ച പുത്രന്റെ പേര് ഹാരിസ് എന്നായിരുന്നു. അബ്ദുൽ മുത്തലിബിന് അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ നൽകി. അദ്ദേഹത്തിന് ധാരാളം സന്താനങ്ങളുണ്ടായി. മക്കളിൽ ഏറ്റവും സ്നേഹം അബ്ദുള്ളയോടായിരുന്നു. അബ്ദുള്ള കാണാൻ സുമുഖൻ, നല്ല വെളുത്ത നിറം. അബ്ദുള്ളയെ എല്ലാവരും ഇഷ്ടപ്പെട്ടു. മറ്റുള്ളവരെ പോലെ അബ്ദുള്ളയും കച്ചവടക്കാരനായി മാറി. നായാട്ടും ആയുധവിദ്യയും ഇഷ്ട വിനോദമായി. അബ്ദുള്ളക്ക് 20 വയസ്സാകുന്നതേയുള്ളൂ. അബ്ദുൽ മുത്തലിബിനെ മകനെ കൊണ്ടൊരു വിവാഹം ചെയ്യിപ്പിക്കണമെന്ന് വലിയ മോഹമുദിച്ചു. ഉന്നത തറവാട്ടിൽ നിന്നും ഒരു വധുവിനെ കണ്ടുപിടിക്കണം. മക്കയിലെ പ്രശസ്തമായ ബനു സുഹറ കുടുംബത്തിൽ വിവാഹാന്വേഷണം എത്തി. ആ കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പമാരുടെ കൂട്ടത്തിൽ കിലാബ് എന്നു പേരായ ഒരു
നേതാവുണ്ട്. കിലാബ് എന്ന ഉപ്പാപ്പയുടെ മകന്റെ പേര് സുഹ്റത്ത് എന്നായിരുന്നു. സുഹ്റത്തിന്റെ സന്താന പരമ്പരയാണ് ബനു സുഹ്റ. ബനു സുഹ്റ കുടുംബത്തിന്റെ നേതാവായിരുന്നു വഹബ്. അദ്ദേഹത്തിന്റെ സുന്ദരിയായ മകളാണ് ആമിന. സൽഗുണസമ്പന്നയായ ആമിനയെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അബ്ദുൽ മുത്തലിബിനും ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം വഹബിനെ സമീപിച്ചു. താങ്കളുടെ മകൾ ആമിനയെ എന്റെ മകന് വിവാഹം ചെയ്തു കൊടുക്കണം. മക്കയുടെ നേതാവ് തന്റെ കുടുംബത്തിൽ നിന്ന് വിവാഹാന്വേഷണം നടത്തുക കുടുംബത്തിന് അതൊരു അന്തസ്സല്ലേ? സന്തോഷപൂർവ്വം അദ്ദേഹം സമ്മതിച്ചു. വിവാഹ നിശ്ചയവും നടന്നു. വിവരമറിഞ്ഞപ്പോൾ മക്കയിലെ പെണ്ണുങ്ങൾ പറഞ്ഞു, ആമിന എന്ത് ഭാഗ്യവതിയാണ്, അബ്ദുള്ളയെ ഭർത്താവായി കിട്ടിയല്ലോ. എത്ര പെണ്ണുങ്ങൾ അബ്ദുള്ളയുടെ ഭാര്യയാവാൻ കൊതിച്ചു. ആ ഭാഗ്യം സിദ്ധിച്ചത് ആമിനക്കാണ്. വിവാഹ നിശ്ചയത്തോടെ വഹാബിന്റെ തിരക്കുകൾ വർദ്ധിച്ചു. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിവാഹത്തിന് ക്ഷണിക്കണം. ഗോത്രങ്ങളെ വിളിക്കണം. ഒന്നാം തരം ഭക്ഷണം ഒരുക്കണം. മക്കയിലെ ഉന്നതന്മാരാണ് പുതിയാപ്ലയുടെ കൂടെ വരുന്നത്. വീടിന് മുമ്പിൽ വിശാലമായ തമ്പുയർന്നു. അത് നിറയെ ഇരിപ്പിടങ്ങൾ നിരത്തി. ഭക്ഷണം പാകം ചെയ്യാനുള്ള പന്തലൊരുങ്ങി. പഴവർഗ്ഗങ്ങളെത്തി. വിവിധതരം പാനീയങ്ങളും കൊണ്ടുവന്നു. ഒട്ടകങ്ങളെ അറുത്തു. ഇറച്ചി പല രീതിയിൽ പാകം ചെയ്തു. ആടുകളെ അറുത്ത് വരട്ടുകയും പൊരിക്കുകയും ചെയ്തു. റൊട്ടിയും പലഹാരങ്ങളും തയ്യാറാക്കി. സുമുഖനായ അബ്ദുള്ള പുതുമാരനായി ഒരുങ്ങുകയാണ്. അദ്ദേഹം പുതുവസ്ത്രങ്ങൾ ധരിച്ചു. വിവാഹവേളയിൽ ധരിക്കുന്ന പ്രത്യേക ഉടുപ്പുകളും അണിഞ്ഞു. മേത്തരം സുഗന്ധദ്രവ്യങ്ങൾ പൂശി ഒടുത്തിറങ്ങി വന്നപ്പോൾ ഒരു രാജകുമാരൻ തന്നെ. കൂട്ടുകാർ ചുറ്റും കൂടി. ബന്ധുക്കളും അയൽക്കാരും നാട്ടുകാരും ഒത്തുചേർന്നു. പുതുമാരൻ ഇറങ്ങി. ആഹ്ലാദം അലയടിച്ചുയർന്നുകൊണ്ട് വിവാഹ പാർട്ടി നീങ്ങുന്നു. അവർ വധുഗൃഹത്തിലെത്തി. ഉന്നതന്മാർ അവരെ സ്വീകരിക്കാൻ നിൽക്കുന്നു. കബീലയുടെ ആചാരപ്രകാരം പുതുമാരനെ എതിരേറ്റു. കൂടെ വന്നവരുടെ സ്ഥാനവലിപ്പം അനുസരിച്ച് ഇരിപ്പിടങ്ങളിൽ അവരെ ഇരുത്തി. മനോഹരമായ കപ്പുകളിൽ മനം കുളിർപ്പിക്കുന്ന പാനീയങ്ങൾ നൽകി. സന്തോഷഭരിതമായ അന്തരീക്ഷം. മക്ക പട്ടണം മുഴുവൻ ശ്രദ്ധിക്കുന്ന വിവാഹം. അങ്ങനെ വിവാഹത്തിന്റെ ചടങ്ങുകൾ തുടങ്ങി. കബീലക്കാർക്ക് അതിനൊക്കെ ചില ചടങ്ങുകളുണ്ട്. അതനുസരിച്ച് കാരണവന്മാർ ചോദ്യവും ഉത്തരവുമൊക്കെ നടത്തി. അങ്ങനെ നിക്കാഹ് നടന്നു. വിഭവ സമൃദ്ധമായ സദ്യ, മസാല ചേർത്ത ഇറച്ചി, റൊട്ടി, പലഹാരങ്ങൾ, പഴങ്ങൾ, പാനീയങ്ങൾ. എല്ലാവരും വയറു നിറയെ ഭക്ഷണം കഴിച്ചു. അടുത്ത കാലത്തൊന്നും ഇത്ര രുചികരമായ ഭക്ഷണം അവർ കഴിച്ചു കാണില്ല. അന്നത്തെ ആചാരമനുസരിച്ച് 3 ദിവസം പുതുമാരൻ പുതുപ്പെണ്ണിന്റെ വീട്ടിൽ കഴിയണം. അബ്ദുള്ള വധുവിന്റെ വീട്ടിൽ താമസിക്കുകയാണ്. വിവാഹത്തിന് കൂടെ വന്നവരെല്ലാം വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഓരോരുത്തരായി പിൻവാങ്ങി. പുതുമാരന്റെ മനസ്സ് നിറയെ ആഹ്ലാദം അലയടിക്കുകയാണ്. ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ ഭാര്യയായി കിട്ടിയല്ലോ, ഭാഗ്യം തന്നെ. ആമിനയുടെ മനസ്സിലും ആഹ്ലാദം തന്നെ. അബ്ദുള്ളയെ പോലെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു ചെറുപ്പക്കാരൻ മക്കയിലുണ്ടോ? അദ്ദേഹത്തിന്റെ ഭാര്യയാകാൻ ആരെല്ലാം കൊതിയോടെ കാത്തിരിക്കുന്നു. തനിക്കാണ് ആ ഭാഗ്യം സിദ്ധിച്ചത്. സൽക്കാരത്തിന്റെ 3 രാപ്പകലുകൾ. ആമിനയുടെ അടുത്ത കുടുംബക്കാരൊക്കെ കാണാൻ വന്നു. പാരിതോഷികങ്ങൾ നൽകി. ആശംസകൾ നേർന്നു. മറക്കാനാവാത്ത നാളുകൾ. കേട്ടറിഞ്ഞതിനേക്കാളും എത്രയോ ആദരണീയനാണ് തന്റെ ഭർത്താവ്. എന്തു നല്ല ഭാഷണം, മുത്തുമണികൾ പോലെയുള്ള പാദങ്ങൾ, ആകർഷകമായ പെരുമാറ്റം, സൽഗുണസമ്പന്നൻ, മനോഹരമായ ദന്തനിരകൾ, പവിഴച്ചുണ്ടുകൾ, ആകർഷകമായ പുരികങ്ങൾ, എല്ലാവരെയും ആകർഷിക്കുന്ന പെരുമാറ്റം. ആമിന അതിശയത്തോടെ ആ മുഖത്തേക്ക് നോക്കി. ഈ ചെറുപ്പക്കാരൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതല്ലേ? ബലിയെറുക്കാൻ വിധിക്കപ്പെട്ട ബലിമൃഗമായിരുന്നല്ലോ എന്റെ ഭർത്താവ്. ആ കഥ മക്കയിലെങ്ങും പാട്ടാണ്. അബ്ദുൽ മുത്തലിബിന്റെ നേർച്ച. ഒരു മകനെ ബലി കൊടുക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ നേർച്ച. നറുക്കെടുത്തപ്പോൾ അബ്ദുള്ളയുടെ പേര് കിട്ടി. ബലിയുടെ ദിവസം എന്തൊരു വെപ്രാളമായിരുന്നു. എത്രയോ പെണ്ണുങ്ങൾ അബ്ദുള്ളക്ക് വേണ്ടി കൽബുരുകി പ്രാർത്ഥിച്ചു. അബ്ദുള്ള രക്ഷപ്പെടണമേ എന്ന് ഒരുപാട് ആശിച്ചു. താനും അബ്ദുള്ളക്ക് വേണ്ടി തേടിയതല്ലേ? ആമിന മനസ്സിലോർത്തു. നേർച്ചയുടെ കഥ അതൊരു വലിയ കഥയാണ്. സംസം കിണർ മൂടപ്പെട്ടു പോയിരുന്നു. കുറെ വർഷങ്ങൾ കടന്നുപോയി. സംസം കിണർ എവിടെയായിരുന്നു എന്ന് പോലും ആർക്കും അറിയില്ല. അബ്ദുൽ മുത്തലിബ് 3 ദിവസം തുടർച്ചയായി സ്വപ്നം കണ്ടു. ഖുറൈശികൾ ബലിയിറക്കുന്ന ബിംബത്തിന് താഴെ കുഴിക്കാൻ സ്വപ്നത്തിൽ കൽപ്പന കിട്ടി. അന്ന് അബ്ദുൽ മുത്തലിബിന് ഒറ്റ മകനേ ഉണ്ടായിരുന്നുള്ളൂ, ഹാരിസ്. ബാപ്പയും മകനും കൂടി ബിംബത്തിന് താഴെ കുഴിക്കുവാൻ തുടങ്ങി. ഖുറൈശികൾ അതിന് സമ്മതിച്ചില്ല. അവർ അവരെ തടഞ്ഞു, ബലം പ്രയോഗിച്ചു. അബ്ദുൽ മുത്തലിബിന് കോപം വന്നു. കോപമൂത്ത് അറിയാതെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എനിക്ക് 10 പുത്രന്മാർ ജനിച്ചാൽ ഒന്നിനെ ഞാൻ ബലിയിറക്കും. ഖുറൈശികൾ നടുങ്ങിപ്പോയി. അവർ പിൻവാങ്ങി. അങ്ങനെ അവർ നിലം കുഴിച്ചു. സംസം കിണർ കണ്ടെത്തി. അള്ളാഹു അബ്ദുൽ മുത്തലിബിന് നൽകിയ അനുഗ്രഹമായിരുന്നു അത്. സംസം കിണർ നിലനിൽക്കുന്നു. അബ്ദുൽ മുത്തലിബ് പല വിവാഹങ്ങളും നടത്തി. അങ്ങനെ അദ്ദേഹത്തിന് 10 പുത്രന്മാരുണ്ടായി. അപ്പോഴാണ് നേർച്ചയുടെ കാര്യം ഓർമ്മ വന്നത്. ബലിയിറക്കണം. ഏത് പുത്രനെ അറുക്കണം? അങ്ങനെ അവർ നറുക്കിട്ടു. ഒടുവിൽ അബ്ദുള്ളയെ അറുക്കാൻ തീർപ്പായി. ജനങ്ങൾ വളരെയധികം പ്രതിഷേധിച്ചു. ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ ബലി നടത്തുകയോ? എന്തൊരു ക്രൂരതയാണിത്! ഇനി എന്തു ചെയ്യും? നേർച്ച വീട്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. പലരും ഇടപെട്ടു, ചർച്ച ചെയ്തു, ഒരു തീരുമാനത്തിലെത്തി. 10 ഒട്ടകത്തിന് 1 നറുക്ക്, അബ്ദുള്ളക്ക് 1 നറുക്ക്. 10 തവണ മാത്രമേ നറുക്കെടുക്കൂ. 10 നറുക്കും അബ്ദുള്ളക്ക് വീണാൽ പിന്നെ രക്ഷയില്ല. അബ്ദുള്ളയെ ബലി കൊടുക്കുക തന്നെ വേണം. 10-ൽ ഏതെങ്കിലും ഒന്ന് ഒട്ടകങ്ങൾക്ക് വീണാൽ അബ്ദുള്ള രക്ഷപ്പെടും. ഒട്ടകത്തിന് വീണാൽ ഓരോ നറുക്കിനും 10 ഒട്ടകങ്ങളെ ബലിയിറക്കണം. അങ്ങനെ നറുക്കെടുപ്പ് തുടങ്ങി. ആദ്യ നറുക്ക് അബ്ദുള്ളക്ക് വീണു. 10 ഒട്ടകങ്ങളെ ബലിയിറക്കാൻ മാറ്റി നിർത്തി. പിന്നീട് അടുത്ത നറുക്കെടുത്തു, അതും അബ്ദുള്ളക്ക്. വീണ്ടും 10 ഒട്ടകങ്ങളെ കൂടി മാറ്റി നിർത്തി. അങ്ങനെ 3-ാമത്തെ നറുക്ക് വീണ്ടതും അബ്ദുള്ളക്ക്. 4, 5, 6, 7 കാണികൾ അമ്പരന്ന് നിന്നു.
എല്ലാം അബ്ദുള്ളയുടെ പേരിൽ തന്നെ. 8ഉം 9ഉം നറുക്കെടുത്തപ്പോൾ നിർഭാഗ്യം അബ്ദുള്ളക്ക് തന്നെ. അങ്ങനെ 90 ഒട്ടകങ്ങൾ ബലിമൃഗങ്ങളായി. ജനം ആകാംക്ഷയോടെ ആശങ്കയോടെ കാത്തുനിന്നു. 10ാമത്തെ നറുക്കെടുപ്പ്. ഇതും അബ്ദുള്ളക്ക് വീണാൽ മക്കയുടെ പ്രിയപ്പെട്ട പുത്രൻ ബലിയിറക്കപ്പെടും. അങ്ങനെ 10ാം നറുക്ക് വീണു. അത് ഒട്ടകങ്ങൾക്ക്. ആഹ്ലാദം അണപൊട്ടിയൊഴുകി. അബ്ദുള്ള അങ്ങനെ ബലിയിൽ നിന്നും രക്ഷപ്പെട്ടു. അങ്ങനെ 100 ഒട്ടകങ്ങൾ ബലിക്കലിൽ കയറി. 100 ഒട്ടകങ്ങളെ ബലി കൊടുത്ത് രക്ഷപ്പെടുത്തിയ ജീവനാണ് എന്റെ മുന്നിൽ നിൽക്കുന്ന എന്റെ പുതുമാരൻ. ആ കഥകൾ ഓർത്തപ്പോൾ ആമിനയുടെ കൽബകം സ്നേഹം കൊണ്ട് നിറഞ്ഞു. അങ്ങനെ 3 ദിവസങ്ങൾ കടന്നുപോയി. എത്ര പെട്ടെന്നാണ് 3 ദിവസങ്ങൾ കടന്നുപോയത്. നാളെ ദമ്പതികൾ യാത്ര തിരിക്കുകയാണ് പുതിയാപ്പിളയുടെ വീട്ടിലേക്ക്. അബ്ദുൽ മുത്തലിബും മറ്റു ബന്ധുക്കളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മകനെയും മകന്റെ ഭാര്യയെയും കാണാൻ. കബീലക്കാർക്ക് അതിനും ചില ചടങ്ങുകളൊക്കെയുണ്ട്. നവദമ്പതികളും ബന്ധുക്കളും അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ എത്തിച്ചേർന്നു. അവിടെ ഹൃദ്യമായ സ്വീകരണം, വലിയ സൽക്കാരം. ബന്ധുക്കളൊക്കെ വന്നുകൂടിയിട്ടുണ്ട്. അവർ ആമിനയോട് സംസാരിച്ചു. എല്ലാവർക്കും നന്നേ ഇഷ്ടപ്പെട്ടു. എന്തു നല്ല പെൺകുട്ടി. അബ്ദുൽ മുത്തലിബ് എന്ന വലിയ നേതാവിനെ ആമിന അടുത്തറിയുന്നു. എന്തെല്ലാം സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആളാണ്. എപ്പോഴും വീട്ടിൽ തിരക്കാണ്. പലരും കാണാൻ വരുന്നു. പലർക്കും പലവിധ ആവശ്യങ്ങൾ. നേതാവിന് ആരുടെയെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ആമിന ഭർത്തൃ വീട്ടിലെ അന്തരീക്ഷവുമായി ഇണങ്ങിച്ചേർന്നു. ആ വീട്ടിൽ ആമിന വളരെ സന്തോഷവതിയായിരുന്നു. അങ്ങനെ ഒരു സീസൺ കൂടി കടന്നു വരുന്നു. കാഫില പുറപ്പെടാൻ സമയമായി. ഷാമിലേക്കുള്ള യാത്ര ദിവസങ്ങൾക്കകം പുറപ്പെടുന്നു. മക്കയിൽ അതിന്റെ ആരവം തുടങ്ങിക്കഴിഞ്ഞു. ആമിന, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ വിഷമിക്കരുത്, ദുഃഖിതയാകരുത്. അബ്ദുള്ള സ്വരം താഴ്ത്തി ഭാര്യയോട് പറഞ്ഞു. ആമിനക്ക് അതിശയം തോന്നി. എന്താണ് ഇത്ര പ്രധാന കാര്യം? കാഫില പുറപ്പെടുകയാണ്. ഞാനും കൂടെ പോകുന്നു. ഞാൻ നിന്നോട് യാത്ര ചോദിക്കുകയാണ്. യാത്ര ചോദിക്കുകയോ? വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. കണ്ടുകൊതി തീർന്നില്ല. അതിനിടയിൽ ഒരു യാത്ര? വെളുത്ത മുഖം ചുവന്നു. അവിടെ ദുഃഖം തളം കെട്ടി നിന്നു. മനോഹരമായ കണ്ണുകൾ നിറഞ്ഞു. ആമിന, ഇത് ഷ്യാമിലേക്കുള്ള യാത്രയാണ്. വിഷമിക്കാൻ മാത്രം കാര്യമില്ല. കച്ചവടം കഴിഞ്ഞാൽ ഞാൻ ഉടനെ ഇങ്ങെത്തും. അതുവരെ നീ സന്തോഷമായിരിക്കണം. ഒന്നും പറയാൻ കഴിയുന്നില്ല. തൊണ്ട വരണ്ടു പോയിരിക്കുന്നു. ഈ യാത്ര പറച്ചിലും കാത്തിരിപ്പുമെല്ലാം അറബി പെണ്ണുങ്ങൾക്ക് പതിവാണല്ലോ. എങ്കിലും ഇത്ര പെട്ടെന്ന്? അബ്ദുള്ള എന്തൊക്കെയോ പറയുന്നു. വാക്കുകൾ വഴുതിപ്പോകുന്നു. പകുതിയും ചെവിയിൽ പതിയുന്നില്ല. തന്റെ സമ്മതം തേടി കാത്തിരിക്കുന്നു. പോയി വരൂ, എങ്ങനെയോ ആമിന പറഞ്ഞൊപ്പിച്ചു. അബ്ദുള്ള മുറിയിൽ നിന്നിറങ്ങി. ബാപ്പ എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകി. കൂട്ടുകാർ കാത്തിരിക്കുന്നു. വേഗം നടന്നുപോയി. ആ നടപ്പ് ആമിന ദുഃഖത്തോടെ നോക്കി നിന്നു. നടന്ന് നടന്ന് ആമിനയുടെ കണ്ണിൽ നിന്നും അബ്ദുള്ള അകന്നകന്നു പോയി. ഒരു നെടുവീർപ്പ്, ഒരു തേങ്ങൽ. ദുഃഖം സഹിക്കാതെ ആമിന പൊട്ടിക്കരഞ്ഞുപോയി. കാഫില പുറപ്പെടുന്നുവെന്ന വിവരം പിന്നീട് ആരോ പറഞ്ഞറിഞ്ഞു. ആരവം കേൾക്കാമായിരുന്നു. പൊടിപടലം അകന്നു പോകുന്നതും കണ്ടു. കാഫില പുറപ്പെടുന്നതും വരുന്നതുമെല്ലാം മക്കയിൽ വലിയ വാർത്തയാണല്ലോ. കാഫിലക്കാരുടെ ഇനിയുള്ള ദിനരാത്രങ്ങൾ മരുഭൂമിയുടെ മധ്യത്തിലാണ്. മരുഭൂമിയിലൂടെ കൊടും ചൂടും മണൽക്കാറ്റും സഹിച്ചുകൊണ്ട് കാഫിലക്കാർ യാത്ര ചെയ്യണം. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ആമിന എല്ലാ ദിവസവും ഭർത്താവിനു വേണ്ടി പ്രാർത്ഥിക്കും. പുറപ്പെട്ടിട്ട് എത്ര ദിവസമായി എന്ന് കണക്ക് കൂട്ടി നോക്കും. തന്റെ പ്രയാസങ്ങൾ അബ്ദുൽ മുത്തലിബിന് മനസ്സിലാകുന്നുണ്ട്. ഇടക്ക് ആശ്വാസവചനങ്ങൾ അദ്ദേഹം ചൊരിയും. നല്ല മനുഷ്യൻ. ഇപ്പോൾ കാഫില ഷാമിലെത്തി കാണും. ഒരു ദിവസം അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, മക്കയിൽ നിന്ന് പുറപ്പെട്ടാൽ ഷാമിലെത്താൻ എത്ര ദിവസം വേണമെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ടറിയാം. ഷാമിൽ എത്ര ദിവസം തങ്ങേണ്ടി വരുമെന്നും അദ്ദേഹത്തിന് അറിയാം. ഇവിടെ നിന്നും തിരിച്ചാൽ എത്ര ദിവസം കൊണ്ട് മക്കയിൽ എത്തിച്ചേരുമെന്നും അദ്ദേഹത്തിന് പറയാനാകും. അബ്ദുൽ മുത്തലിബിനും വളരെയധികം ദുഃഖമുണ്ടായിരുന്നു. ബലിയിൽ നിന്നും രക്ഷപ്പെട്ട മകനല്ലേ. മരിച്ച മകൻ തിരിച്ചു വന്നതുപോലെ അവനെ പിരിഞ്ഞിരിക്കാൻ അബ്ദുൽ മുത്തലിബിനും തീരെ വയ്യ. അബ്ദുൽ മുത്തലിബ് വൃദ്ധനാണ്. താടിരോമങ്ങൾ നിരച്ച് വെളുത്തിരിക്കുന്നു. ദുഃഖം വൃദ്ധമുഖത്തും നിഴലിക്കുന്നു. ആമിനയെ അദ്ദേഹം ആശ്വസിപ്പിക്കുന്നു. ദിവസങ്ങളുടെ കണക്കുകൾ അദ്ദേഹം കൂട്ടിപ്പറയുന്നു. പിന്നെയും ദിനരാത്രങ്ങൾ ഒരുപാട് കടന്നുപോയി. അബ്ദുൽ മുത്തലിബിന്റെ കണക്കനുസരിച്ച് കാഫില എത്തേണ്ട സമയമായി. പക്ഷേ കാണുന്നില്ല. ഒരു ദിവസം കൂടി കടന്നുപോയി. വെപ്രാളം കൂടി. മക്ക കാഫിലക്കാരെ കാത്തിരിക്കുകയാണ്. ആഹാര സാധനങ്ങൾ, വസ്ത്രങ്ങൾ, വിളക്കിലൊഴിക്കുന്ന എണ്ണ വരെ അവർ കൊണ്ടുവരണം. 2.5 മാസം പിന്നിട്ടിരിക്കുന്നു. എന്താ അവർ വരാത്തത്? ഇവിടെയും ഉത്കണ്ഠ. മക്കയിലേക്ക് നീണ്ടുവരുന്ന പാദങ്ങളിലേക്ക് കണ്ണും നട്ട് പലരും കാത്തിരിക്കുന്നു. ചില യാത്രക്കാർ വരുന്നത് അവർ അവ്യക്തമായി കണ്ടു. കാഫിലക്കാരുടെ ആഗമനം അറിയിക്കാൻ വേണ്ടി ചിലർ നേരത്തെ എത്തും. മക്കാർ നോക്കി നിൽക്കെ അവർ അടുത്തെത്തി. കാഫിലയിൽ പോയവർ തന്നെ. കാഫിലയുടെ ആഗമനം സന്തോഷപൂർവ്വം വിളിച്ചു പറയുന്നതാണ് പതിവ്. ഇവർ എന്തേ ഒന്നും മിണ്ടാത്തത്? അവരുടെ മൗനം ഏവരിലും ആശങ്ക പടർത്തി. കാഫിലക്കാർ വരുന്നുണ്ട്, സ്വീകരിക്കാൻ ഒരുങ്ങുക. ഒരു അടങ്ങിയ ശബ്ദത്തിൽ ഒരു പ്രഖ്യാപനം കേട്ടു. അവർ നേരെ അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലേക്ക് ചെന്നു. ആളുകളും പിന്നാലെ കൂടി. ആഗതരെ കണ്ടപ്പോൾ അബ്ദുൽ മുത്തലിബിന് വലിയ ആശ്വാസമായി. കാഫില ഇങ്ങെത്തിയല്ലോ. പക്ഷെ അവരുടെ മൗനം, മുഖത്തെ ദുഃഖഭാവം, അബ്ദുൽ മുത്തലിബിന്റെ മുഖത്ത് വെപ്രാളവും ഉത്കണ്ഠയും. ആഗതർ ദുഃഖത്തോടെ ആ വാർത്ത അറിയിക്കുന്നു. മക്കയുടെ മഹാനായ നേതാവേ, അങ്ങയുടെ മകൻ അബ്ദുള്ളക്ക് സുഖമില്ല. യസ്രീബിൽ വിശ്രമിക്കുകയാണ്. അവനെ ഒട്ടകക്കട്ടിലിൽ കിടത്തി കൊണ്ടുവരാത്തതെന്ത്? അബ്ദുൽ മുത്തലിബ് രോഷത്തോടെ ചോദിച്ചു. അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന അവസ്ഥയിലല്ല അദ്ദേഹം. രോഗം വളരെ കൂടുതലാണ്. യാത്ര ചെയ്യാൻ പറ്റുകയില്ല. എന്റെ റബ്ബേ,
ബനു നജാർ കുടുംബക്കാരുടെ വീട്ടിലാണ് വിശ്രമിക്കുന്നത്. രോഗം ആശങ്കാജനകമാണ്. ബനു നജാർ കുടുംബം. വൃദ്ധനായ അബ്ദുൽ മുത്തലിബ് ഒരു നിമിഷത്തേക്ക് കുട്ടിക്കാലം ഓർത്തുപോയി. ബനു നജാർ കുടുംബത്തിന്റെ മുറ്റത്ത് ഓടിച്ചാടി നടന്നിരുന്ന അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം. അന്ന് തന്റെ പേര് ഷൈബ എന്നായിരുന്നു. ഷൈബ എന്ന കുട്ടി ഒരു വികൃതി കുട്ടൻ. മാതാവ് സെൽമ. മാതാവ് തന്നെ പ്രസവിച്ചത് അവിടെയാണ്, വളർന്നത് അവിടെയാണ്. പിന്നെ മക്കയിലേക്ക് വന്നു. ഇവിടെ അബ്ദുൽ മുത്തലിബായി. ആ വീട്ടിൽ ബനു നജാർ കുടുംബത്തിൽ തന്റെ പ്രിയപുത്രൻ രോഗിയായി വിശ്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ കൽബ് നീറിപ്പുകയുകയാണ്. പറയൂ, എന്താണ് എന്റെ മകന് പറ്റിയത്? അങ്ങോട്ടുള്ള യാത്രയിൽ ഒരു കുഴപ്പവുമില്ലായിരുന്നു. ഷാമിൽ വെച്ചും അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. മടക്ക യാത്രയിലാണ് അദ്ദേഹത്തിന് രോഗം തുടങ്ങിയത്. യസ്രീബ് വരെ ഒരു വിധത്തിലെത്തി. അവിടെ വിശ്രമിച്ചു. ക്ഷീണം തീർത്തിട്ട് പോരാമെന്ന് കരുതി. മരുന്നുകളും നൽകി. നല്ല പരിചരണവും കിട്ടി. രോഗം കുറഞ്ഞില്ല. കൂടെ കൊണ്ടുവരാൻ പറ്റില്ലെന്ന് ബോധ്യമായപ്പോൾ ഞങ്ങളിങ്ങ് പോന്നു. എന്റെ പൊന്നുമോനെ, ഈ ബാപ്പാക്കു നിന്നെ കാണണം. വൃദ്ധനയനങ്ങൾ നിറഞ്ഞൊഴുകി. ആർക്കും അത് കണ്ട് സഹിക്കാനായില്ല. മോനെ ഹാരിസ്, ബാപ്പ മൂത്ത മകനെ വിളിച്ചു. ഹാരിസ് ഓടിയെത്തി. നീ ഇന്ന് തന്നെ പോകണം. യസ്രീബിൽ പോയി അബ്ദുള്ളയെ കൊണ്ടുവരണം. രോഗം കുറവില്ലെങ്കിൽ ഒട്ടകക്കട്ടിലിൽ കിടത്തി കൊണ്ടുവരണം. പോകാം ബാപ്പ, വൈകരുത്. ഇന്ന് തന്നെ പുറപ്പെടണം. കൂട്ടിന് ആളെയും കൂട്ടിക്കോളൂ. ആമിന തരിച്ചിരിക്കുകയാണ്. എന്താണ് കേട്ടത്? തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് സുഖമില്ലെന്നോ, രോഗമാണെന്നോ, യാത്ര ചെയ്യാൻ പറ്റാത്ത വിധം അവശ നിലയിലാണെന്നോ? അവശനായ തന്റെ ഭർത്താവിന് ഒരു തുള്ളി വെള്ളം പോലും നൽകാൻ കഴിയാതെ പോയല്ലോ. ആമിനയുടെ കൽബ് പൊട്ടിപ്പൊളിയുകയാണോ? എന്തൊരു വേദന! ഈ ദുഃഖം സഹിക്കാനാവുന്നില്ലല്ലോ. കാത്തിരിക്കുകയായിരുന്നു ഒരു നോക്ക് കാണാൻ, യാത്രാ വിവരണം കേൾക്കാൻ, ഷാമിൽ നിന്നും തനിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന സമ്മാനങ്ങൾ കൈനീട്ടി വാങ്ങാൻ, പിന്നെ തന്റെ വിശേഷങ്ങൾ പറയാൻ. താൻ സ്വപ്നം കാണുന്നു, സുന്ദര സ്വപ്നങ്ങൾ, ആനന്ദം പകരുന്ന അനുഭവങ്ങൾ. തന്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നു. സാധാരണ കുഞ്ഞല്ല എന്ന് ആരോ പറയും പോലെ തോന്നുന്നു. മാലാഖമാർ വരുന്നത് പോലെ ഒരു തോന്നൽ, വല്ലാത്ത ഒരു അനുഭൂതി. എല്ലാം അദ്ദേഹത്തോട് പറയണമായിരുന്നു. പറയാനുള്ളത് പറയാൻ കഴിയില്ലേ? കേൾക്കാൻ കൊതിച്ചതൊന്നും അദ്ദേഹത്തിന് കേൾക്കാനാവില്ലേ? ഈ കഥയുടെ അടുത്ത ഭാഗം പാർട്ട് 5 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.